രണ്ട് മക്കബായ 10-ാം അധ്യായം. ദേവാലയത്തിൻ്റെ വിശുദ്ധീകരണം. കർത്താവിനാൽ നയിക്കപ്പെട്ട മക്കബേയൂസ് അനുയായികളും നഗരവും ദേവാലയവും വീണ്ടെടുത്തു. വിജാതീയർ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ബലിപീഠങ്ങളും കാവുകളും നശിപ്പിച്ചു. ദേവാലയം ശുദ്ധീകരിച്ച ശേഷം അവർ ബലിയർപ്പിക്കണത്തിന് മറ്റൊരു പീഠം നിർമ്മിച്ചു. കല്ലുരച്ച് തീ കത്തിച്ച് ബലിയർപ്പിക്കുകയും കുന്തിരിക്കം പൂക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്ത് തിരുസാന്നിധ്യം പ്രതിഷ്ഠിച്ചു. 2 വർഷം കഴിഞ്ഞിരുന്നു അവിടെ ബലിയർപ്പിച്ചിട്ട്. അവൻ സാഷ്ടാംഗം വീണ്, ഇത്തരം ദുരിതങ്ങൾ മേലിൽ തങ്ങൾക്ക് വരുത്തരുതേ എന്ന് എപ്പോഴെങ്കിലും പാപം ചെയ്താൽ ക്ഷമാപൂർവം ശിക്ഷണം നൽകി രക്ഷിക്കണമേ എന്നും തങ്ങളെ ദൈവദൂഷകരും കിരാതരുമായ ജനതയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചു. വിജാതീയർ ദേവാലയം അശുദ്ധമാക്കിയ അതേ ദിവസം, അതായത് കിസ്ലേവ് മാസം 15-ാം ദിവസം ദേവാലയ ശുദ്ധീകരണം നടന്നു. അവൻ അത് കൂടാരത്തിരുന്നാളിൻ്റെ മാതൃകയിൽ ആനന്ദത്തോടും ആർഭാടത്തോടും കൂടി 8 ദിവസം ആചരിക്കൂ. കൂടാരത്തിരുന്നാൾ ചെയ്തതുപോലെ തങ്ങൾ മലയിലും ഗുഹകളിലും വന്യമൃഗങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് അധികനാൾ മുൻപല്ലെന്ന് അവൻ അനുസ്മരിച്ചു. തരുരോഹിണികളുടെ ചക്രങ്ങളാൽ അലങ്കൃതമായ ദണ്ഡുകളും മനോഹരമായ മരച്ചില്ലുകളും ഈന്തപ്പനകളും വഹിച്ചുകൊണ്ട് അവർ വിശുദ്ധ മന്ദിരത്തിലേക്ക് ശുദ്ധീകരണം അർപ്പിച്ച കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ അർപ്പിച്ചു. പിന്നീട് ആണ്ടുതോറും യഹൂദജനം മുഴുവൻ ആ ദിനങ്ങൾ ആചരിക്കണമെന്ന് അവർ ജനഹിതമനുസരിച്ച് പൊതുനിയമം ഉണ്ടാക്കി. എപ്പിഫാനസ് എന്ന് അറിയപ്പെടുന്ന അന്തിയോക്കസിൻ്റെ കഥ ഇങ്ങനെ അവസാനിച്ചു. അന്തിയോക്കോസ് യൂപ്പാത്തോർ, അധർമ്മിയായ ആ മനുഷ്യൻ്റെ പുത്രനായ അന്തിയോക്കസ് യൂപ്പാത്തോസോറിൻ്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളും യുദ്ധക്കെടുതികൾ മുഖ്യമായവയുടെ സംരക്ഷമായ വിവരണവുമാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അവൻ രാജാവായ ഉടനെ ലിബിയോസ് എന്നൊരുവനെ ദക്ഷിണ സിറിയയുടെയും ടെഫീഷ്യയുടെയും അധിപനായി നിയമിച്ചു. മാക്രോൺ എന്ന് വിളിക്കപ്പെടുന്ന ടോളമി യഹൂദർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ഓർത്ത് അവർക്ക് നീതി പ്രവർത്തിക്കുന്നതിൽ മുൻപനായി അവരുമായി സമാധാനപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഉദ്യമിച്ചു. തൽപരമായി രാജമിത്രങ്ങൾ അവനെ യുപ്പാത്തോറിൻ്റെ മുൻപിൽ കുറ്റപ്പെടുത്തി. ഫിലോമെത്തോർ ഏൽപ്പിച്ചിരുന്ന സൈപ്രസ് വിട്ട് അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് തന്നെ എല്ലാവരും രാജദ്രോഹി എന്ന് വിളിക്കുമെന്ന് അവൻ കേട്ടു. തൻ്റെ സ്ഥാനത്തിന് ചേർന്ന ആദരമർപ്പിക്കുവാൻ കഴിയാതെ വന്നതുകൊണ്ട് അവൻ വിഷമിച്ച് ജീവിതം അവസാനിപ്പിച്ചു. ഗോർജിയോസ് അവിടെ ഭരണത്തിനായപ്പോൾ ഒരു കൂലിപ്പടയാളികളെ ശേഖരിച്ച് യഹൂദരോട് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു. പ്രധാനമായ കോട്ടകൾ കൈക്കലാക്കി ഇതുമയരോടും യഹൂദരെ അലട്ടി. അവൻ ജെറുസലേമിൽ നിന്ന് ബഹിഷ്കരിക്കുന്നവരെ സ്വാഗതം ചെയ്യുകയും യുദ്ധം തുടരാൻ ശ്രമിക്കുകയും ചെയ്തു. മക്കബേയൂസും അനുചരന്മാരും പരസ്യം പ്രാർത്ഥന നടത്തി തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യണമെന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഇതുമേയർ അടിമകളെ കൊണ്ട് പാഞ്ഞു ചെന്നു. ശക്തിയോ പൂർവ്വം ആക്രമിച്ച് ആ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുകയും കോട്ടകളിൽ നിന്ന് പോയവരെ തുരത്തുകയും നേരിട്ട് എതിർത്തവരെ വധിക്കുകയും ചെയ്തു. 20,000 കുറയാത്ത പടയാളികളും കൊല്ലപ്പെട്ടു. ഉപരോധം ചെറുക്കാൻ സജ്ജമായിക്കൊണ്ട് 2 ബലി ഗോപുരങ്ങളായി 9,000 പേരെ ആളുകൾ അഭയം പ്രാപിച്ചു. മക്കബേയൂസ് അവരെ ആക്രമിക്കുന്നതിന് മതിയായ ഒരു സേനയെ കൂടി ശിമിയോനെയും ജോസഫിനെയും ഒപ്പം സക്കേവൂസിനെയും അവൻ്റെ ആളുകളെയും അവിടെ നിരത്തി. തൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവൻ പുറപ്പെട്ടു. എന്നാൽ ശിമിയോനോടുകൂടി ഉണ്ടായിരുന്ന പണക്കൊതിയന്മാരായ ആളുകൾക്ക് ഗോപുരങ്ങളിലുണ്ടായിരുന്ന ചിലരെ അവർ കൈക്കൂലി കൊടുക്കുകയും 70,000 ഡ്രാക്മ കൈപ്പറ്റി അവരിൽ ചിലർ രക്ഷപ്പെടുന്നതിന് അവർ അനുവദിക്കുകയും ചെയ്തു. ഈ വാർത്ത മക്കബേയൂസിൻ്റെ അടുത്തെത്തി.
അവൻ നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി ദുരാഗ്രഹികൾ തങ്ങളുടെ സഹോദരന്മാരെ വിറ്റു എന്നും തങ്ങൾക്കെതിരെ ശത്രുക്കളെ സ്വതന്ത്രരാക്കി വിട്ടു എന്നും കുറ്റപ്പെടുത്തി. അനന്തരം അവൻ ദ്രോഹികളെ വധിക്കുകയും വേഗം ഇരുഗോപുരങ്ങളും പിടിച്ചടക്കുകയും ചെയ്തു. താൻ ഏറ്റെടുത്ത യുദ്ധങ്ങളെല്ലാം വിജയിപ്പിച്ച മക്കേബൂസ് ഇരുഗോപുരത്തിലുമെത്തി അവിടെ 20,000 പേരെ ആളുകളെ വധിച്ചു. യഹൂദർ മുൻപ് തോൽപ്പിച്ചടക്കിയ തിമോത്തിയോസ് വലിയ ഒരു കൂലിപ്പടയെയും ഏഷ്യയിൽ നിന്ന് വലിയൊരു കുതിരപ്പടയെയും ശേഖരിച്ചു. യൂദയ പിടിച്ചെടുക്കുവാൻ വേണ്ടി പട നീക്കി. അപ്പോൾ മക്കേബൂസ് അനുയായികളും ശിരസിൽ പൂഴി വിതറി അരയിൽ ചാക്കു ചുറ്റി ദൈവത്തോട് യാചിച്ചു. ബലിപീഠത്തിൻ്റെ മുമ്പിലുള്ള സോപാനങ്ങൾ സാഷ്ടാംഗം വീണ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തങ്ങളുടെ ദയ കാണിക്കണമെന്നും തങ്ങളുടെ ശത്രുവും എതിരാളിയും ആയിരിക്കണമെന്നും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം എഴുന്നേറ്റ് ആയുധങ്ങൾ ലഭിച്ച നഗരത്തിൽ നിന്ന് കുറേ ദൂരം മുന്നോട്ട് നീങ്ങി ശത്രുസമേതം സമീപിച്ചപ്പോൾ പ്രമാദമായതോടെ ഇരുസേനകൾ ഏറ്റുമുട്ടി. തങ്ങളുടെ വിജയത്തിൻ്റെ ഉറപ്പ് തങ്ങൾക്ക് പരാക്രമം മാത്രമല്ല കർത്താവിൻ്റെ ആശ്രയവുമാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ തങ്ങളുടെ ക്രോധാവേശത്തെ പടനായകനായ മറ്റൊരു കൂട്ടർ യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണ ഇട്ട കുതിരകളുടെ പുറത്ത് തേജസ്വികളായ 5 പേർ ആകാശത്തുനിന്ന് വരുന്ന ശത്രുക്കൾ കണ്ടു. അവരാണ് യഹൂദരെ നയിച്ചത്. അവർക്ക് ഒപ്പം മുറിവേൽക്കാതിരിക്കുവാൻ ചുറ്റും നിന്ന് തങ്ങളുടെ പരിചകളും ആയുധങ്ങളും കൊണ്ട് അവനെ സംരക്ഷിച്ചു. അവർ ശത്രുവിൻ്റെ മേൽ അസ്ത്രങ്ങളും ഇടിവാളുകളും അയച്ച് അവരെ അന്ധാളിപ്പിച്ച് അന്ധരാക്കി ചിതറിക്കുകയും ചെയ്തു. 600 കുതിരപ്പടയാളികൾക്ക് പുറമെ 20,500 പേർ വധിക്കപ്പെട്ടു. കരയോസിൻ്റെ കീഴിലുള്ള സംയുക്ത കാവൽ സേനയോടുകൂടിയ ഗസാറ എന്ന കോട്ടയിലേക്ക് തിമോത്തിയോസ് പലായനം ചെയ്തു. മക്കബേയുസും അനുയായികളും സന്തുഷ്ടരായി. ഇവർ അവിടുത്തെ 4 ദിവസം ഉപരോധിച്ചു. ഉള്ളിലുണ്ടായിരുന്നവർ കോട്ടയുടെ ഉറപ്പിൽ ആശ്രയിക്കാത്തതിനാൽ കഠിനമായി ദൈവദൂഷണം പറയുകയും അസഭ്യവാക്കുകൾ വർഷിക്കുകയും ചെയ്തു. എന്നാൽ 5-ാം ദിവസം പ്രഭാതത്തിൽ മക്കേബൂസിൻ്റെ സൈന്യത്തിലെ 20 യുവാക്കന്മാരിൽ ആ ദൈവദൂഷണം കേട്ട് കോപം ജ്വലിച്ച് അതിലൂടെ ഇരച്ചു കയറി കണ്ടവരെയെല്ലാം നിർദ്ദയം അരിഞ്ഞു വീഴ്ത്തി. ഇതുപോലെ മതിൽ കയറിയ മറ്റു ചിലർ എതിർത്ത് നിന്ന ദൈവദൂഷകരെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. ഗോപുരങ്ങൾക്ക് തീയും വെച്ചു. തീ കൊളുത്തി അവരെ ജീവനോടെ ദഹിപ്പിച്ചു. ചിലർ കവാടങ്ങൾ തകർന്ന് ബാക്കി സൈന്യത്തെ അകത്ത് കടത്തുകയും നഗരം കൈവശപ്പെടുത്തുകയും ചെയ്തു. ഒരു ജലസംഭരണിയിൽ ഒളിച്ചിരുന്ന തിമോത്തിയോസിനെയും അവൻ്റെ സഹോദരൻ മകനെയും അപ്പോളോസിനെയും അവർ വധിച്ചു. അനന്തരം അവർ ഇസ്രായേലിനോട് വലിയൊരു ദയ കാണിക്കുകയും തങ്ങൾക്ക് വിജയം നൽകിയ കർത്താവിനെ സ്വസ്ത്രങ്ങളോടെ വാഴ്ത്തി. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.